അപ്പോൾ ഹലോ ഗൈസ്, ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗെയിം പ്ലേ ഇട്ടാണ്. അതിൽ ഒരാൾ വന്നൊരു സോളോ ഗെയിം പ്ലേ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഇട്ടാണ്. അതിൽ ഒരാൾ വന്നിട്ട് കമൻ്റ് ഇട്ടാണ്, അൾട്രാ നൂബ് വാസസ് നൂബ് നൂബ് വാസസ് അൾട്രാ നൂബ്. അയാളോട് പറയാനുള്ളത്, അത് ചേട്ടനാണോ എന്നറിയില്ല, ചേട്ടനാണോ എൻ്റെ പറയാളാണോ എന്നറിയില്ല. നീ വീഡിയോ കണ്ടിട്ട് പറഞ്ഞാൽ മതി, ഞാൻ അൾട്രാ നൂബാണോ അതൊരു നോർമൽ പ്ലെയർ ആണോ എന്ന്. ആദ്യം കാണ്, എന്നിട്ട് പറയും. അപ്പോൾ ഗൈസ്, മറ്റേ ആ ചേട്ടനാണോന്നറിയില്ല, അവൻ വലിയ പ്രോ പ്ലെയർ ആണെങ്കിൽ എനിക്കൊരു ബാധിക്കണ കാര്യമല്ല. എനിക്ക് നല്ലപോലെ കളിക്കുക, റാങ്ക് പുള്ളിയ, അത്രേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ ഹെഡ് ഷോട്ടൊക്കെ അടിക്കണം, അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്താണ് ഞാൻ ഹെഡ് ഷോട്ടൊക്കെ അടിക്കാൻ പഠിക്കുന്നത് തന്നെ. ഒരു സമയത്ത് ഞാനൊരു നൂബാന്നപ്പോൾ എനിക്ക് കളിക്കാനറിയില്ല, മറ്റേ ജോയ്സ്റ്റിക്കും വെച്ച് മാത്രമേ ഞാൻ ഓടത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഞാനൊരു അത്യാവശ്യം കളിക്കണ പ്ലെയറായി. മഴവിണിന് തോക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. ഒരു മീഡിയം പ്ലെയറായിട്ടാണ് ഞാൻ എന്നെ തന്നെ കണക്കാക്കുന്നത്. ചേട്ടനാണോന്ന് അവൻ മറ്റേ എന്താണ് മോലോ എന്താണ് പേര്, ഞാൻ പേരിപ്പോൾ പറയാൻ ഗൈസ്, ടുട്ടുമോൻ എന്ന് പറയുന്ന ഒരാളാണ് ചെയ്തത്. അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനത്തെ നെഗറ്റീവ് കമൻസ് ഇട്ടോ, പക്ഷെ ഞാനതൊന്നും നോക്കത്തില്ല. ഗുഡ് കമൻസ് ഇട്ടോ നിങ്ങൾ, അതിൽ ഞാൻ ഒന്നും പറയുന്നില്ല. കമൻസ് ഇട്ടോ, നെഗറ്റീവ് കമൻസ് നിങ്ങൾ നല്ലപോലെ കളിച്ചോ. നിങ്ങൾക്ക് കളിക്കാൻ അറിയുകയാണെങ്കിൽ മറ്റുള്ളവരെയും കൂടെ ഇങ്ങനെ പറയല്ലേ. എനിക്ക് വിഷമമൊന്നുമായില്ല, കാരണം പറയുന്ന ആൾക്കാർ തന്നെയാണ്. അത് എന്നെ സംബന്ധിച്ചുള്ള കാര്യമല്ല, പറയുന്ന ആൾക്കാർ തന്നെയാണ്. ടുട്ടുമോൻ ഗൈസ്, ഈ വീഡിയോ ടുട്ടുമോനാ കാണണമെങ്കിൽ ടുട്ടുമോനോട് പറഞ്ഞേക്ക് ടുട്ടുമോനോട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് 21 സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുണ്ടാക്കിയുണ്ട്, വലിയ ഭാഗ്യമാണ്. കണ്ടില്ലേ, ഷോട്ടൊക്കെ അടിക്കുക. ഈ വീഡിയോ നിങ്ങൾ കണ്ട് വേണം പറയാൻ. ഓക്കെ, എനിക്കൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല. എനിക്ക് വിഷമമൊന്നുമല്ല ഗൈസ്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടല്ലേ നെഗറ്റീവ് കമൻസൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നിയത്. പിന്നെ എൻ്റെ ഞാൻ കളി വീണ്ടും ഇമ്പ്രൂവ് ആക്കും. നിങ്ങൾക്ക് 1 year വിളിക്കണമെങ്കിൽ വിളിച്ചോ. ലുട്ടുമോനെ 1 year ചിലപ്പോൾ വിളിക്കും. വേണമെങ്കിൽ ലുട്ടുമോൻ എൻ്റെ ID റിക്വസ്റ്റ് ഇട്ട് ഞാൻ വരാം. ലുട്ടുമോൻ ഇതൊന്നും പറയില്ല, അവരൊക്കെ ഓക്കെ. ഞാൻ എന്ത് ചെയ്യാനാണ് കഴിച്ചെങ്കിൽ ഇനി എന്താ പറയാനുള്ളത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം. കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചൊന്ന് വൈൻഡപ്പ് ആക്കാം. ലുട്ടുമോൻ്റെ ഇതിൽ ഞാനൊന്നും പറയില്ല, ഞാൻ പറഞ്ഞുള്ളത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ വണ്ടിയും അവൾക്ക് കാണുമ്പോൾ ഒരു പ്രോ പ്ലെയറിനെ പോലെ തോന്നുന്നുണ്ട്. പ്രൊഫൈലൊക്കെ പ്രൊഫൈലല്ല, പക്ഷേ ഇപ്പം കമൻ്റ് ഇട്ട പ്രൊഫൈൽ കണ്ടിട്ട്. അപ്പോൾ കഴിച്ച് ശനിയാഴ്ച വീഡിയോ ഉള്ളൂ. പറയണ നിങ്ങൾക്ക് കളിയാക്കിയിട്ട് എന്ത് കിട്ടാനാണ്? വല്ല ഗുണം കിട്ടുന്നുണ്ടോ കളിയാക്കിയിട്ട്? ഞാൻ ദേഷ്യപ്പെടുന്ന ഒന്നുമില്ല, എനിക്ക് സമാധാനം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഹെഡ് ഷോട്ട് അടിക്കാൻ കുറച്ചൊരു ട്രിക്കൊക്കെ കണ്ടുപിടിച്ചു. ഞാൻ പതിയെ ഒന്ന് നോക്കാം ഗൈസ്, ഇമ്പ്രൂവ് ആകാൻ നോക്കി. ഇപ്പം തന്നെ ഞാൻ ഹെഡ് ഷോട്ടൊക്കെ അടിക്കാൻ അറിയാവുന്നത് ഇതാണ്. അതുകൊണ്ട് പതിയെ ഒന്ന് ഞാൻ ഇമ്പ്രൂവ് ആവാൻ നോക്കാം.
അപ്പോൾ ഗൈസ് നിങ്ങളുടെ ഹെൽപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ചുമ്മാ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ഞെക്കിക്കഴിഞ്ഞാൽ ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ PC കളിക്കും. PC തന്നെ കളിക്കാൻ നോക്കാം. ചിലപ്പോൾ PC മേടിക്കുന്നുണ്ട് ഇവിടെ, അത് നോക്കാം. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താൽ നമുക്ക് അതിനാണെങ്കിൽ നിങ്ങൾ 50 സബ്സ്ക്രൈബേഴ്സ് ആവണ മുമ്പേ PC കളിക്കാൻ പറ്റും. ഒരു ദിവസം ലുട്ടുമ്പോൾ ഞാൻ പ്രതികാരം തീർക്കും. ഒരു ഒറ്റ ദിവസം, ചിലപ്പോൾ നാളെ വരെ അയക്കാം. ഒരു ദിവസം ഞാൻ നല്ല വലിയ ഒരു റിവെഞ്ച് ടൈം. അപ്പോൾ ഞങ്ങൾ ആ വീഡിയോയിലെ ടൈറ്റിൽ കൊടുക്കുക റിവെഞ്ച് ടൈം എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും ഒരു ദിവസം ലുട്ടുമോനാണെങ്കിൽ കണ്ടോ ഒരു ദിവസം ഞങ്ങൾ ചെയ്യും. ഒരൊറ്റ ദിവസം മതി, ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ എല്ലാം ചെയ്യും. ഓക്കെ ലുട്ടുമോനാണെങ്കിൽ ഇപ്പോൾ ലോൺ ഫുൾ എംപ്ലോയാണ്. ഞാൻ തോറ്റാലും ഞാനൊന്നും പറയത്തില്ല. ഞാൻ എനിക്ക് ഇമ്പ്രൂവ് ആക്കി ഒന്നും കൂടെ ഞാൻ പറ്റും. ഞാൻ 3 ഫിംഗർ പ്ലെയറാണ്. 4 ഫിംഗറും 3 ഫിംഗറും എടുക്കും. ഞാൻ ഇങ്ങനെ പഠിക്കണമെന്ന് വിചാരിച്ച് അതെൻ്റെ സ്കിൽസ് ഞാൻ ഇമ്പ്രൂവ് ഉണ്ട്. നിങ്ങളെൻ്റെ പണ്ടത്തെ 1 മാസം 2 മാസത്തിൽ കളിയും ഈ കളിയും കൂടെ കമ്പയർ നോക്കി കഴിഞ്ഞാൽ ഞാൻ എത്രയും ബെറ്ററായിപ്പോയി. ഇപ്പം ഞാൻ ഹെഡ് ഷോട്ട് അടിക്കുന്ന ഒരു ട്രിക്ക് ഞാൻ മനസ്സിലായി. അത് ഞാൻ ഭയങ്കര പാടുപെട്ടാണ്. ആ ട്രിക്ക് പാടുപെട്ടൊന്നുമല്ല, യൂട്യൂബിൽ ഒരു വീഡിയോ ഒരാളിട്ടിട്ടത് കിട്ടിയതാണ്. ഭയങ്കര ഈസി എന്ന് വെച്ചാൽ ഭയങ്കര ഈസി ട്രിക്കാണ്. അത് ഞാനൊരു വീഡിയോയിൽ നിങ്ങളോട് പറയാം. അത് കുറേ നേരം ഫോക്കസ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ അവസാനിപ്പിക്കും. അതിനു മുമ്പ് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. പിന്നെ നെവറെൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഗിൽഡാണ്. നെവറെൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഗിൽഡല്ല, എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സും ഫ്രണ്ട്സിൻ്റെയൊക്കെ സ്വന്തം ഗിൽഡാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. ഒരു 6 year oldൻ്റെ 6 year old പ്ലെയർ അതിലുണ്ട്. എൻ്റെ ഫ്രണ്ടാണ്. അക്കൗണ്ടൊക്കെ ചോദിച്ചാൽ തന്നോളൂ. അതൊക്കെ എനിക്കൊരു ദിവസം അക്കൗണ്ടിൽ എനിക്ക് വരാം. എൻ്റെ ID പാസ്വേഡൊക്കെ ചോദിച്ചാൽ തന്നെ പറഞ്ഞു തരും. അപ്പോൾ സ്കൂൾ തുറക്കാറായി, അതുകൊണ്ടാണ് ഞാൻ 6ാം ക്ലാസ്സിലോട്ടാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് തിരക്കുണ്ടാകും. എപ്പോഴും ഒന്നും വീഡിയോസ് ഉണ്ടാകാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇടാൻ. മറ്റേ ഇങ്ങനെ പൊട്ടാസ് മീൻസ് മറ്റേ ഗണ്ണില്ലേ, പൊട്ടാസ് M590 M590 ആണെന്ന് തോന്നുന്നു. ആ ഗണ്ണും വെച്ച് നിങ്ങൾ എല്ലാ കളിയിലും ലോൺ വുൾഫ് പൊട്ടാസ് ഈ ചാലഞ്ച് വെച്ച് നോക്കാം. പൊട്ടാസ് മാത്രമേ ഏത് റൗണ്ടിലാണെങ്കിൽ പൊട്ടാസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ആ ചാലഞ്ച് ആണെങ്കിൽ വെച്ച് നോക്കാം. പൊട്ടാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഗണ്ണാണ്, പെട്ടെന്ന് ആളുകാവുന്നത്. പക്ഷേ ഹെഡ് എത്ര ശ്രമിച്ചാലും പൊട്ടാസും വെച്ച് ഹെഡ് അടിക്കാൻ പറ്റും ആണ് നോക്കുന്നത്. അപ്പോൾ ആ ലുട്ടുമോനും എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നത് എല്ലാവർക്കും വലിയൊരു ബായ് എന്നേക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാലം എല്ലാവർക്കും ബൈ. ഗൈസ്, ആ സെൻസിറ്റിവിറ്റി ഒന്ന് ഞാൻ ഈ വീഡിയോയിലൊന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് ആ സെൻസിറ്റിവിറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണും എല്ലാവർക്കും ബൈ.